ഇന്ന് ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായതാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഷോണിയുടെ കല്യാണം കേട്ടോ ഇന്ന്. കല്യാണം കൊട്ടിയത്ത് വെച്ചിട്ടാണ്. അപ്പം ഞാനും നന്ദുക്കുട്ടിയും കൂടാണ് ഇന്ന് കല്യാണത്തിന് പോകുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോഗ്രാഫർ നന്ദുക്കുട്ടി കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ബസ്സിൽ പോകാമെന്ന് കരുതി. അപ്പം ജംഗ്ഷൻ വരെ വണ്ടിയിൽ വന്നിട്ട് വണ്ടി അവിടെ ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ ബസ്സിൽ പോകാൻ വേണ്ടി വന്നു. ബസ് വേഗം തന്നെ കിട്ടി. ഞങ്ങളിതേ കിംസിലെത്തി. ഇവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ച് മഠത്തിൽ കൺവെൻഷൻ സെൻറ്ററിലെത്തി. 11 മണിക്കും 11:25 അകത്തായിരുന്നു കേട്ടോ മുഹൂർത്തം. ഞങ്ങൾ വന്നത് കറക്റ്റ് 10:50 ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓഡിറ്റോറിയത്തിനകത്തുണ്ടായിരുന്നു. ഞങ്ങളൊരു 5 മിനിറ്റ് കൊണ്ട് വേഗം ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് കല്യാണം കാണാൻ വേണ്ടി പോവുമായിരുന്നേ. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നേ. സാരി ഉടുക്കുന്നവർക്കറിയാം സ്റ്റെപ്പ് കയറാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. എന്നാലും ഓടി ഓടി കയറുക കേട്ടോ. നമ്മളങ്ങനെ സ്ഥിരമായിട്ട് സാരി ഉടുക്കാത്തതുകൊണ്ട് വല്ലപ്പോഴും ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ മാഡത്തിനുള്ള ഗിഫ്റ്റ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം താലികെട്ടൊക്കെ കണ്ട് വേണ്ട ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ള കാരണം ഞങ്ങൾക്ക് അധികം നല്ല ക്ലിയറായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇതൊക്കെ കേട്ടോ കണ്ടത്. അങ്ങനെ ഞാൻ വീഡിയോ നിർത്തിയിട്ട് പിന്നെ അതെൻ്റെ അവൻ്റെ ഫാമിലിയാണ്. അതിനുശേഷം ഞങ്ങൾ ഗിഫ്റ്റുമായിട്ട് മണ്ഡപത്തിൽ കയറി കേട്ടോ. അപ്പം ഞങ്ങളുടെ ഗിഫ്റ്റ് മാഡം അവിടെ വെച്ച് എന്നെ പൊട്ടിച്ച് കാണണമെന്നുള്ള ഞങ്ങൾ പോയ എല്ലാ കൂട്ടുകാരുടെ ആഗ്രഹമായിരുന്നു. അത് പറഞ്ഞത് മാഡം വേഗം തന്നെ അത് കയറി കേട്ടോ. ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് മാഡത്തിൻ്റെ എൻഗേജ്മെൻറ്റ് ഫോട്ടോ ആയിരുന്നേ. അത് കണ്ടത് മാഡത്തിന് ഒത്തിരി ഇഷ്ടമായി. ഞങ്ങളത് ഫുഡ് കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ സദ്യ കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. നമ്മുടെ സാധാ നോർമൽ സദ്യ, നെയ്യൊക്കെ ഒഴിച്ച് സദ്യ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടപ്രഥമൻ, ബോളി, അങ്ങനെ അതെല്ലാം കഴിച്ച് ലാസ്റ്റ് ഒരു കടലപ്പായസം കൊണ്ടുവന്ന് തന്നു. കടലയെന്ന് പറഞ്ഞത് അതും കഴിച്ച് പിന്നെ ഫൈനലി നമ്മൾ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ മോരും കൂട്ടി ചോറിനണമെന്നുണ്ടല്ലോ. അങ്ങനെ മോരും കൂട്ടി ചോറൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞ് പോവുക. ഡ്യൂട്ടിക്ക് പോകാനുള്ളവരുണ്ട്, വീട്ടിൽ പോകാനുള്ളവരുണ്ട്, നൈറ്റ് കഴിഞ്ഞ് പോകാനുള്ളവരുണ്ട്. എനിക്കിന്ന് ഓഫായിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.